Hello dear students, S3 പോളിടെക്നിക് ഡിപ്ലോമ പഠിക്കുന്ന ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് പഠിക്കുന്ന കുട്ടികൾക്ക് അനലോഗ് ആൻഡ് ഡിജിറ്റൽ സർക്യൂട്ട്സ് എന്ന് പറഞ്ഞൊരു സബ്ജക്റ്റ് ഉണ്ട്. അതിൻ്റെ മൊഡ്യൂൾ 4 വരുന്നൊരു ഭാഗമാണ് ഫ്ലിപ്പ് ഫ്ലോപ്സ് എന്ന് പറയുന്നത്. അപ്പോൾ അതിനെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത്. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് കോമ്പിനേഷണൽ സർക്യൂട്ട് എന്താണ്, സീക്വൻഷ്യൽ സർക്യൂട്ട് എന്താണെന്ന് നോക്കാം. ഓക്കെ, സർക്യൂട്ട് എന്താണെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ കോമ്പിനേഷണൽ വേഴ്സസ് സീക്വൻഷ്യൽ സർക്യൂട്ട് എന്ന് പറഞ്ഞാൽ, ഒരു കോമ്പിനേഷണൽ സർക്യൂട്ട് എന്ന് പറഞ്ഞാൽ എന്താണ്, കുറേ ഇൻപുട്ടുകൾ നമ്മൾ കൊടുക്കുന്നു, കുറേ ഔട്ട്പുട്ടുകൾ നമുക്ക് കിട്ടുന്നു. അതാണ് ഒരു കോമ്പിനേഷണൽ സർക്യൂട്ട്. അതായത് നമ്മുടെ ഹാഫ് ആഡർ, ഫുൾ ആഡർ, അതേപോലെ തന്നെ നമ്മൾ പഠിച്ചിട്ടുള്ള മൾട്ടിപ്ലക്സർ, ഓക്കെ, മക്സ്, ഡിമക്സ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കോമ്പിനേഷൻ സർക്യൂട്ടാണ്. എന്താണത്? ഇൻപുട്ടുകൾ കൊടുക്കുന്നു, നമുക്ക് ഔട്ട്പുട്ട് കിട്ടുന്നു. അത്രയുള്ള ഒരു കോമ്പിനേഷൻ സർക്യൂട്ടിൽ അതിലൊരു ക്ലോക്കിൻ്റെ ഒന്നും ആവശ്യമില്ല, മെമ്മറി എലമെൻറ്റിൻ്റെ ആവശ്യമില്ല. ഔട്ട്പുട്ട് എന്തിനെ മാത്രമാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്? പ്രസൻറ്റ് ഇൻപുട്ടിനെ മാത്രമാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത് ഒരു കോമ്പിനേഷണൽ സർക്യൂട്ടിൽ. എന്നാൽ ഒരു സീക്വൻഷ്യൽ സർക്യൂട്ടിൽ എന്താ സംഭവിക്കുക? ഔട്ട്പുട്ട് എന്തിനെയൊക്കെ ഡിപ്പെൻഡ് ചെയ്യണോ അറിയോ? പ്രസൻറ്റ് ഇൻപുട്ടിനെയും പാസ്റ്റ് ഔട്ട്പുട്ടിനെയും ഡിപ്പെൻഡ് ചെയ്യും ഔട്ട്പുട്ട്. ഓക്കെ, അപ്പോൾ പ്രസൻ്റ് ആയിട്ടുള്ള ഇൻപുട്ട് നമ്മളിവിടെ കൊടുക്കുന്നുണ്ട്. ഇനി ഔട്ട്പുട്ട് ഇവിടെ വന്നല്ലോ, പാസ്റ്റ് ഔട്ട്പുട്ട് ഈ മെമ്മറി വഴി ഇൻപുട്ടിലേക്ക് വരുന്നുണ്ട്. അപ്പോൾ കോമ്പിനേഷൻ സർക്യൂട്ട് എന്തിനെയൊക്കെ ഡിപ്പെൻഡ് ചെയ്യും? അതിൻ്റെ ഔട്ട്പുട്ട് എന്തിനെയൊക്കെ ഡിപ്പെൻഡ് ചെയ്യും? ഇവിടെ വരുന്നത് എന്താണ്? പാസ്റ്റ് ഔട്ട്പുട്ടാണ്. ഓക്കെ, അപ്പോൾ ഇൻപുട്ടിനെയും പാസ്റ്റ് ഔട്ട്പുട്ടിനെയും ഡിപ്പെൻഡ് ചെയ്യും. മെമ്മറി എലമെൻ്റ് ആവശ്യമുണ്ട്. എന്തുകൊണ്ടാണ് മെമ്മറി എലമെൻ്റ് ആവശ്യമുണ്ടെന്ന് പറയണത്? ഔട്ട്പുട്ട് പഴയ ഔട്ട്പുട്ടിനെ ഓർത്തെടുത്ത് തിരിച്ച് ഇതിൻ്റെ ഇൻപുട്ടിലേക്ക് കൊടുക്കണ്ടേ? അപ്പോൾ ഓർമ്മ വേണമെങ്കിൽ എന്ത് വേണം? ഒരു മെമ്മറി വേണം, അല്ലേ? ബേസിക് ആയിട്ടുള്ള ഒരു മെമ്മറി എലമെൻറ്റ് വേണം. ഇനി ക്ലോക്കും ആവശ്യമുണ്ട്. കാരണം ഇതിൽ ഫീഡ്ബാക്കും കാര്യങ്ങളൊക്കെ നടക്കുന്നതുകൊണ്ട് ടൈം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതുകൊണ്ട് തന്നെ ക്ലോക്ക് നമുക്ക് കൊടുക്കേണ്ടി വരും. ഇനി എന്തൊക്കെയാണ് എക്സാമ്പിൾസ് ഇതിന്? ഫ്ലിപ്പ് ഫ്ലോപ്പ്. ഫ്ലിപ്പ് ഫ്ലോപ്പ് എന്താണ്? ഫ്ലിപ്പ് ഫ്ലോപ്പ് ഒരു ബേസിക് മെമ്മറി എലമെൻ്റ് ആണ്. ഒരു ഫ്ലിപ്പ് ഫ്ലോപ്പിൽ എത്ര ബിറ്റുകൾ നമുക്ക് സ്റ്റോർ ചെയ്യാൻ പറ്റും? ഒരു ബിറ്റ് നമുക്ക് സ്റ്റോർ ചെയ്യാൻ പറ്റും. ഫ്ലിപ്പ് ഫ്ലോപ്പ് എന്താണ് ബേസിക്കലി? അതൊരു ബൈസ്റ്റേബിൾ മൾട്ടി വൈബ്രേറ്റർ ആണ് കേട്ടോ. അപ്പോൾ ഫ്ലിപ്പ് ഫ്ലോപ്പ് എന്ന് പറയുമ്പോൾ നമുക്ക് എന്തൊക്കെ ഓർമ്മ വരണം? ബേസിക് മെമ്മറി എലമെൻ്റ് ആണ്, ഒരു ബിറ്റ് സ്റ്റോർ ചെയ്യാം, അതൊരു ബൈസ്റ്റേബിൾ മൾട്ടി വൈബ്രേറ്റർ ആണ്. ഇത്രയും കാര്യങ്ങൾ ഓർമ്മ വരണം. ഇനി ഫ്ലിപ്പ് ഫ്ലോപ്പുകൾ ഉപയോഗിച്ച് എന്തൊക്കെ ഉണ്ടാക്കാം? കൗണ്ടേഴ്സ്, രജിസ്റ്റേഴ്സ് ഒക്കെ ഉണ്ടാക്കാം. ഇതൊക്കെ സീക്വൻഷ്യൽ സർക്യൂട്ടുകളിൽ വരുന്ന കാര്യങ്ങളാണ്. അപ്പോൾ ഒരു ഫ്ലിപ്പ് ഫ്ലോപ്പ് എന്ന് പറഞ്ഞാൽ നമ്മൾ പലതരം ഫ്ലിപ്പ് ഫ്ലോപ്പുകൾ കണ്ടിട്ടുണ്ട്, അല്ലേ? SR, JK, D, T എന്നൊക്കെ പറഞ്ഞ് കുറേ ഫ്ലിപ്പ് ഫ്ലോപ്പുകൾ കണ്ടിട്ടുണ്ട്. SR ഫ്ലിപ്പ് ഫ്ലോപ്പ് പറഞ്ഞാൽ എന്തുണ്ടാവും? SR എന്ന് പറഞ്ഞ ഇൻപുട്ട് ഉണ്ടാവും, 2 ഔട്ട്പുട്ട് ഉണ്ടാവും, ക്യൂവും ക്യൂ ബാറും. ഇപ്പം നിങ്ങൾ വിചാരിക്കണ്ടാവും ഇതെങ്ങനെയാണ് ഫ്ലിപ്പ് ഫ്ലോപ്പ് ആവുക? ഇതിനകത്ത് വേറെ ഇതുപോലത്തെ ഫീഡ്ബാക്ക് ഒന്നും കാണുന്നില്ല. ഫീഡ്ബാക്ക് ഉള്ള സർക്യൂട്ടിന് നമ്മൾ എന്താ പറയുക അറിയോ? ക്ലോസ്ഡ് ലൂപ്പ് സിസ്റ്റം ആണെന്ന് പറയും. ഓക്കെ, അപ്പോൾ ക്ലോസ്ഡ് ലൂപ്പ് സിസ്റ്റം ആണ് സീക്വൻഷ്യൽ സിസ്റ്റം എന്ന് പറയുന്നത്. കോമ്പിനേഷനിൽ പറഞ്ഞാൽ ഓപ്പൺ ലൂപ്പാണ് കേട്ടോ, അതും കൂടെ ഒന്ന് ഓർത്ത് വെച്ചോളൂ. അപ്പോൾ ഇതൊരു ഓപ്പൺ ലൂപ്പ് സർക്യൂട്ടാണ് കോമ്പിനേഷൻ സർക്യൂട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. സീക്വൻഷ്യൽ സർക്യൂട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ക്ലോസ്ഡ് ലൂപ്പ് സർക്യൂട്ടാണ്. അപ്പോൾ SRൻ്റെ ബ്ലോക്ക് നോക്കി, ഇവിടെ S കൊടുക്കുന്നു, R കൊടുക്കുന്നു, ക്യൂവും ക്യൂ ബാറും വരുന്നു. ഇവിടെ ഫീഡ്ബാക്ക്. എന്തുകൊണ്ടാണ് ഫീഡ്ബാക്ക് കാണാത്തതെന്നറിയോ? ഈ SRൻ്റെ ഒരു ബ്ലോക്ക് ഇങ്ങനെ വരച്ചു എന്നേ ഉള്ളൂ. ശരിക്കും ഇതിൻ്റെ ഉള്ളിൽ ഇങ്ങനെയല്ല. നമുക്ക് നോക്കാം SR എങ്ങനെ ഇരിക്കുന്ന. പഠിക്കാൻ പോണത് എഡ്ജ് ട്രിഗറിങ് എന്താണെന്നാണ്. ഓക്കെ, അപ്പം നമ്മളിപ്പോൾ ഗേറ്റിലൊക്കെ പഠിച്ചത് ആക്ച്വലി ലെവൽ ട്രിഗറിങ് ആണ്. ഓക്കെ, ആ ലെവൽ പോസിറ്റീവ് ലെവലിൽ ട്രിഗർ ചെയ്യുന്നു. അപ്പോൾ പോസിറ്റീവ് ലെവൽ വരുമ്പോൾ ട്രിഗേർഡ് ആവുന്നു. ട്രിഗർ ചെയ്യാവുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ സർക്യൂട്ട് ഓൺ ആവുന്നു. ഓക്കെ, അതാണ് നമ്മളിപ്പോൾ പഠിച്ചത്. ഇനി എഡ്ജ് ട്രിഗറിങ് എന്താണെന്ന് നോക്കാം. എഡ്ജ് ട്രിഗറിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോസിറ്റീവ് എഡ്ജും നെഗറ്റീവ് എഡ്ജും ഉണ്ട് ഒരു ക്ലോക്കിന്. ക്ലോക്ക് എന്ന് പറഞ്ഞാൽ എന്താണ്? ക്ലോക്ക് ഒരു ട്രെയിൻ ഓഫ് പൾസസ് ആണ്. ഓക്കെ, അപ്പോൾ ഒരു ക്ലോക്കിന് പോസിറ്റീവ് ആയിട്ടുള്ള എഡ്ജ് കണ്ടോ, ഇതിങ്ങനെ പോയിട്ട് ഇങ്ങനെ പോണ ഒരു പോസിറ്റീവ് എഡ്ജും ഉണ്ട്, ഇങ്ങനെ പോയിട്ട് താഴേക്ക് വരുന്ന ഒരു നെഗറ്റീവ് എഡ്ജും ഉണ്ട്. ഓക്കെ, പോസിറ്റീവ് എഡ്ജും ഉണ്ട്, നെഗറ്റീവ് എഡ്ജും ഉണ്ട്. അപ്പോൾ ഔട്ട്പുട്ട് നോക്കിയേ, ഒരു പോസിറ്റീവ് എഡ്ജ് ട്രിഗേർഡ് ഫ്ലിപ്പ് ഫ്ലോപ്പ് ആണെങ്കിൽ പോസിറ്റീവ് എഡ്ജ് വരുമ്പോൾ അതിൻ്റെ ഔട്ട്പുട്ട് മാറും. കണ്ടോ, ആ പോസിറ്റീവ് എഡ്ജിലാണ് ഔട്ട്പുട്ട് മാറുക. ഓക്കെ, അടുത്ത പോസിറ്റീവ് എഡ്ജ് വന്നപ്പോഴാണ് അതിൻ്റെ ഔട്ട്പുട്ട് പിന്നെയും മാറിയത്. അതേപോലെ മനസ്സിലായല്ലോ? പോസിറ്റീവ് എഡ്ജ് ട്രിഗേർഡ് എന്ന് പറഞ്ഞാൽ ടോഗിൾ പൊസിഷൻ എവിടെയാണ്, എപ്പോഴാണ് അത് ടോഗിൾ ചെയ്യുക അല്ലെങ്കിൽ മാറ്റം സംഭവിക്കുക. ആ ഇൻപുട്ടിൽ വന്ന മാറ്റം ഔട്ട്പുട്ടിലേക്ക് എപ്പോഴാണ്
ട്രാൻസ്ഫർ ചെയ്യപ്പെടുക? അതിൻ്റെ പോസിറ്റീവ് എഡ്ജിലാണ് അത് ട്രാൻസ്ഫർ ചെയ്യുക. ഓക്കെ, അതേപോലെ നെഗറ്റീവ് എഡ്ജ് ട്രിഗേർഡ് ഫ്ലിപ്പ് ഫ്ലോപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? നെഗറ്റീവ് എഡ്ജിലാണ് ഈ മാറ്റം സംഭവിക്കുന്നത്. ഓക്കെ, മനസ്സിലായല്ലോ? നെഗറ്റീവ് എഡ്ജിലാണ് ഈ മാറ്റം സംഭവിക്കുന്നത്. അപ്പോൾ അതാണ് നെഗറ്റീവ് എഡ്ജ് ട്രിഗേർഡ് ഫ്ലിപ്പ് ഫ്ലോപ്പ്. ഇനി ഇത് എങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യുന്നു നോക്കാം. ഒരു ഫ്ലിപ്പ് ഫ്ലോപ്പിനകത്ത് ക്ലോക്ക് ഇങ്ങനെ ഒരു ആരോ ആണ് തന്നിട്ടുള്ളത് എന്ന് വിചാരിക്കുക. ഇത് പോസിറ്റീവ് എഡ്ജ് ട്രിഗേർഡ് ആണ്, കാരണം ഇത് എഡ്ജിനെയാണ് സൂചിപ്പിക്കുന്നത്. ഓക്കെ, ഇത് പോസിറ്റീവ് എഡ്ജ് ട്രിഗേർഡ് ആണ്. നെഗറ്റീവ് എഡ്ജ് ട്രിഗേർഡ് ആണെങ്കിലോ ഇവിടെ ഒരു ബബിള് തന്നിട്ടുണ്ടാവും. ബബിളും ആരോ മാർക്കും ഉണ്ടാവും. ആരോ എന്ന് പറഞ്ഞാൽ എഡ്ജ്, ബബിൾ എന്ന് പറഞ്ഞാൽ നെഗറ്റീവ് എഡ്ജ്. ഓക്കെ, അപ്പം നെഗറ്റീവ് എഡ്ജ് ട്രിഗേർഡ് ആണെങ്കിൽ ഇങ്ങനെയാണ് തരിക. അപ്പം ഇതെന്താണ്? ഇതൊരു നെഗറ്റീവ് എഡ്ജ് ട്രിഗേർഡ് ഡി ഫ്ലിപ്പ് ഫ്ലോപ്പ് ആകുന്നു. ഓക്കെ, ഇത് നെഗറ്റീവ് എഡ്ജ് ട്രിഗേർഡ് ഡി ഫ്ലിപ്പ് ഫ്ലോപ്പ് ആണ്. മുകളിൽ കാണിച്ചിട്ടുള്ളതോ ഇത് ഒരു പോസിറ്റീവ് എഡ്ജ് ട്രിഗേർഡ് ഡി ഫ്ലിപ്പ് ഫ്ലോപ്പ് ആണ്. ഓക്കെ, അപ്പോൾ അടുത്തത്, അപ്പോൾ ട്രിഗറിങ് എന്താണെന്ന് മനസ്സിലായല്ലോ. എഡ്ജ് ട്രിഗറിങ് എന്താണെന്നും ലെവൽ ട്രിഗറിങ് എന്താണെന്നും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. അടുത്തത് നമ്മൾ നോക്കാൻ പോണത് ഫ്ലിപ്പ് ഫ്ലോപ്സ് ആണ് കേട്ടോ. അപ്പോൾ ഫ്ലിപ്പ് ഫ്ലോപ്പിനകത്ത് എന്തുണ്ടെന്നാണ് പറഞ്ഞത്? ഫ്ലിപ്പ് ഫ്ലോപ്പിൽ ഒരു ക്ലോക്ക് ഉണ്ടാകും. ഓക്കെ, ഫ്ലിപ്പ് ഫ്ലോപ്പിലാണ് നമ്മളൊരു ക്ലോക്ക് കൊടുക്കുക. അവിടെ ഒരു ഗേറ്റ് എനേബിൾ എന്നൊന്നുമല്ല പിന്നെ സിഗ്നലിനെ വിളിക്കുക, ക്ലോക്ക് എന്നാണ്. എന്താണ് ഒരു എനേബിൾ സിഗ്നലും ക്ലോക്കും തമ്മിലുള്ള വ്യത്യാസം? ക്ലോക്ക് എന്ന് പറഞ്ഞാൽ വ്യക്തമായിട്ടുള്ള ഒരു ട്രെയിൻ ഓഫ് പൾസസ് ആണ്. ഓക്കെ, അതിങ്ങനെ വന്നുകൊണ്ടിരിക്കും. എനേബിൾ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? അത് ചിലപ്പോൾ ഒരു സർക്യൂട്ടിൻ്റെ ഔട്ട്പുട്ട് എന്തെങ്കിലും ആവാം. ഓക്കെ, അത് എപ്പോഴെങ്കിലുമൊക്കെ ഒരു 1 വരും, ചിലപ്പോൾ കുറേ നേരം കഴിയുമ്പോൾ 0 ആവും, പിന്നെ കുറച്ച് നേരം കഴിയുമ്പോൾ ചിലപ്പോൾ 1 വരാം, പിന്നെ കുറേ നേരം കഴിയുമ്പോഴായിരിക്കും അത് ചിലപ്പോൾ സിമിലറായിട്ടൊന്നും 0ഉം 1ഉം ആവണമെന്നൊന്നുമില്ല. ഓക്കെ, എനേബിൾ സിഗ്നൽ എന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു സർക്യൂട്ടിൻ്റെ ഔട്ട്പുട്ട് ആവാം. ഓക്കെ, പക്ഷേ ക്ലോക്ക് എന്ന് പറഞ്ഞാൽ എന്താ? ക്ലോക്ക് നമ്മൾ ജനറേറ്റ് ചെയ്യുന്ന ഒരു ഓസിലേറ്റർ വെച്ച് ജനറേറ്റ് ചെയ്യുന്ന ഒരു ക്ലോക്ക് പൾസാണ്. ട്രെയിൻ ഓഫ് പൾസസിനെയാണ് ഈ ക്ലോക്ക് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഫ്ലിപ്പ് ഫ്ലോപ്പിനകത്ത് എന്തുണ്ടാവും? ഫ്ലിപ്പ് ഫ്ലോപ്പിനെ ട്രിഗർ ചെയ്യുന്നത് എന്താണ്? ക്ലോക്കാണ്. ഓക്കെ, അപ്പോൾ SRനെ ക്ലോക്ക് വെച്ച് ട്രിഗർ ചെയ്താൽ എങ്ങനെ ഇരിക്കും നോക്കാം. ഒരു വ്യത്യാസവും ഇല്ല. പണ്ട് പറഞ്ഞതുപോലെ തന്നെ ഈ ക്ലോക്കിൻ്റെയും ഇതിൽ വർക്ക് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് പറഞ്ഞാൽ, ക്ലോക്ക് എന്ന് പറഞ്ഞാൽ ഇവിടെ കൊടുക്കുന്നുണ്ടാവും എങ്ങനെയാണെന്നറിയോ? ക്ലോക്കിൻ്റെ എഡ്ജിലായിരിക്കും ഇത് ഫ്ലിപ്പ് ഫ്ലോപ്പ് വർക്ക് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയായിരിക്കും? ക്ലോക്കിനെ നമ്മൾ ആദ്യം തന്നെ സ്പൈക്കുകളാക്കി മാറ്റിയിട്ട് ആ എഡ്ജസ് മാത്രം നമുക്ക് ഇങ്ങനത്തെ സ്പൈക്കുകളാക്കി മാറ്റും. ഈ എഡ്ജസ് ഉണ്ടല്ലോ, ഇപ്പോൾ പോസിറ്റീവ് എഡ്ജ് ട്രിഗേർഡ് ആണെങ്കിൽ ഈ എഡ്ജിനെ നമ്മൾ ഡിഫറൻഷിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കുഞ്ഞ് സ്പൈക്കുകളാക്കി മാറ്റാം ഈ പോസിറ്റീവ് എഡ്ജിനെ. ഓക്കെ, എല്ലാ പോസിറ്റീവ് എഡ്ജസിനെയും. അപ്പോൾ ഈ പോസിറ്റീവ് എഡ്ജ് വരുമ്പോൾ ആ ഒരു ഇൻസ്റ്റൻറ്റിൽ മാത്രം നമുക്ക് ഹൈ ആയിട്ട് കിട്ടും. ഓക്കെ, അപ്പോൾ അതിനെയാണ് നമ്മൾ അങ്ങനെ നമുക്ക് ക്ലോക്ക് ചെയ്തെടുക്കാം. ക്ലോക്ക് ചെയ്തിട്ട് SR നമ്മൾ പണ്ട് പറഞ്ഞതുപോലെ തന്നെ ഇത് വർക്ക് ചെയ്യും. നമുക്ക് നോക്കാം എങ്ങനെയാണ് വർക്ക് ചെയ്യാന്ന്. എന്താണ് ചെയ്യുക? 0 വരുമ്പോൾ ക്ലോക്കും ഉണ്ടെങ്കിൽ എന്ത് ചെയ്യും? അതിനെ ഹോൾഡ് ചെയ്യും. നോ ചേഞ്ച് ആണ്. എഫക്റ്റ് ഓൺ ദി ഔട്ട്പുട്ട് എന്താണ്? നോ ചേഞ്ച്. 0 1 ആണെങ്കിലോ റീസെറ്റ് ഓർ ക്ലിയർഡ് ടു 0. എന്ത് ക്ലിയർഡ് ടു 0? Q ക്ലിയർ ടു 0. റീസെറ്റ് കണ്ടീഷൻ എന്നാണ് നമ്മളതിനെ പറയുക. 1 0 വരുമ്പോൾ സെറ്റ് ടു 1 ആണ്, സെറ്റ് എന്നാണ്. 1 1 ആണെങ്കിലോ അത് പ്രൊഹിബിറ്റഡ് ആണ്, അത് ഡു നോട്ട് യൂസ് ദാറ്റ് കണ്ടീഷൻ. ഓക്കെ, SR 1 1 വന്നു കഴിഞ്ഞാൽ ക്യൂവും ക്യൂ ബാറും സെയിം ആവാനാണ് സാധ്യത. 0 0 അല്ലെങ്കിൽ 1 1 ഒക്കെയാണ് കിട്ടുക. അപ്പോൾ എന്തായാലും അത് നമുക്ക് ഉപയോഗിക്കാൻ പറ്റില്ല. ഓക്കെ, അപ്പോൾ SR ഫ്ലിപ്പ് ഫ്ലോപ്പ് ആണ് ഇത്. നമ്മളപ്പോൾ ഇതിൽ നിന്ന് ഡി ഫ്ലിപ്പ് ഫ്ലോപ്പ് ഉണ്ടാക്കണം എങ്ങനെയാണെന്ന് നോക്കാം. സെയിം സാധനം തന്നെ. ഡിക്കകത്ത് നമ്മൾ എന്ത് ചെയ്യും? ഒരു ക്ലോക്ക് കൊടുക്കും. ഡി ഫ്ലിപ്പ് ഫ്ലോപ്പ് ഉണ്ട്, ഇതേപോലെ തന്നെ ഔട്ട്പുട്ട് വരും. അപ്പോൾ ഡീൻ്റെ ക്ലോക്ക് വെച്ചിട്ടുള്ള നമുക്ക് പറയാം ക്ലോക്ക് ഉണ്ട് കേട്ടോ. ക്ലോക്ക് ഇപ്പോൾ ഇതൊരു പോസിറ്റീവ് എഡ്ജ് ട്രിഗേർഡാണ് കാണിച്ചിട്ടുള്ളത്. അപ്പോൾ വേറെ എന്ത് നോ ക്ലോക്ക് ആണെങ്കിൽ, ക്ലോക്ക് ഒന്നും കൊടുത്തിട്ടില്ല എങ്കിൽ ഔട്ട്പുട്ട് എന്താ വരിക നോക്കാം. എന്താ വരിക? ഒന്നും വരില്ല. നോ ക്ലോക്ക് ആണെങ്കിൽ എന്താണ്? ഡി 0 ആണെങ്കിലും 1 ആണെങ്കിലും, അതായത് ഡോണ്ട് കെയർ, വാട്ട് എവർ ഇസ് ഡി, 0 ആവട്ടെ 1 ആവട്ടെ, എന്ത് തന്നെ ആയാലും നോ ചേഞ്ച് ആയിരിക്കും ഔട്ട്പുട്ട്. പണ്ട് എന്തായിരുന്നു ഔട്ട്പുട്ട് അത് തന്നെ ആയിരിക്കും ഇപ്പോഴും ഔട്ട്പുട്ട്, ഒരു വ്യത്യാസം ഉണ്ടാവില്ല. ക്ലോക്ക് കൊടുക്കുന്നു എന്ന് വിചാരിക്കുക, നമ്മൾ പോസിറ്റീവ് എഡ്ജ് ട്രിഗേർഡാണ് കേട്ടോ കൊടുക്കുന്നത്, അതുകൊണ്ട് പോകുന്ന റൈസിങ് എഡ്ജാണ് നമ്മളിവിടെ കാണിക്കുന്നത്. റൈസിങ് എഡ്ജിൽ D1 കൊടുത്താൽ എന്ത് സംഭവിക്കും? ഔട്ട്പുട്ടും 1 വരും.
ഓക്കെ, ഒരു ക്ലോക്ക് എഡ്ജിൽ ഈ 1 ഇങ്ങോട്ട് ട്രാൻസ്ഫർ ആവും. അതായത് ഇവിടെ ഒരു 1 നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ ഈ ക്ലോക്കിൻ്റെ ഈ എഡ്ജിലുണ്ടല്ലോ ആ 1 ഇങ്ങോട്ട് ട്രാൻസ്ഫർ ആയിട്ട് വരും. അപ്പോൾ ഇവിടെ 0 ആവും. ഓക്കെ, അതേപോലെ ഇവിടെ 0 കൊടുത്താലോ ഇവിടെയും 0 ആവും ക്ലോക്ക് എഡ്ജിൽ, പോസിറ്റീവ് എഡ്ജിൽ കേട്ടോ. അപ്പോൾ അങ്ങനെയാണ് ഇത് വർക്ക് ചെയ്യുക. അപ്പോൾ D 1 ആവുമ്പോൾ 1ഉം 0 ആവുമ്പോൾ 0യും. ഇതാണ് ഇവിടെ വർക്കിംഗ്. D ഫ്ലിപ്പ് ഫ്ലോപ്പിൻ്റെ വർക്കിംഗ് ഇങ്ങനെയാണ്. ഇനി നമുക്ക് SR-നെ 1-1 ഒന്ന് ശരിയാക്കി എടുക്കണ്ടേ? SR-ന്റെ 1-1 അങ്ങനെ തന്നെ ഇരുന്നാൽ ശരിയാവോ? ഇല്ല. അതിന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും, SR-ന് ഒരു ഔട്ടർ ഫീഡ്ബാക്ക് ലൂപ്പും കൂടെ കൊടുക്കും. ഓക്കെ, SR-ന് ഒരു ഔട്ടർ ഫീഡ്ബാക്ക് ലൂപ്പും കൂടെ കൊടുത്താൽ ഇങ്ങനെ ഇരിക്കും കാണാൻ. എന്നിട്ട് അതിന് നമ്മൾ വിളിക്കും JK എന്ന്. ഓക്കെ, JK എന്ന് പറഞ്ഞാൽ ആക്ച്വലി ഈ പേര് വരാൻ കാരണം എന്താ അറിയോ, ജാക്ക് കിൽബി എന്ന് പറഞ്ഞ ഒരാളാണ്, നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, ICs ഒക്കെ ഇൻവെന്റ് ചെയ്ത ആളാണ്. അപ്പോൾ ഇയാളുടെ ഓർമ്മയ്ക്ക് വേണ്ടിയിട്ടാണ് JK എന്ന് പറഞ്ഞിട്ട് ഇതിന് പേര് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് നോക്കാം JK വരുമ്പോൾ എന്താണ് ഇത്ര വ്യത്യാസം ഉള്ളതെന്ന്. ബാക്കി ഒന്നിലും വ്യത്യാസം വരില്ല. എന്തിലൊന്നും വ്യത്യാസം വരില്ല. 0 0 ഹോൾഡ് തന്നെയാണ്, 0 1 റീസെറ്റ് തന്നെയാണ്, 1 1 സെറ്റ് തന്നെയാണ്, 1 സോറി കേട്ടോ, ഇത് 1 0 ആണേ, 1 0 സെറ്റ് തന്നെയാണ്. 1 1 വരുമ്പോൾ എന്ത് സംഭവിക്കും നോക്കാം. 1 1 വരുമ്പോൾ എന്താ സംഭവിക്കുന്നത്, ജെയ്ക്കും 1 കൊടുത്തു, കെയ്ക്കും 1 കൊടുത്തു. ക്ലോക്കും ഫേവറബിൾ കണ്ടീഷനിലാണ് നിൽക്കുന്നത് കേട്ടോ, നല്ല പോസിറ്റീവ് എഡ്ജിലൊക്കെയാണ് നിൽക്കുന്നത്. അപ്പോൾ ഇവിടെ 1ഉം 1ഉം കൊടുത്തു, ക്യൂ ബാറും എന്താണ് 0യും 1 എന്ന് വെറുതെ അസ്യൂം ചെയ്യാം നമുക്ക്. ഓക്കെ, അപ്പോൾ ഇവിടെ 1 വന്നു, ഇവിടെ 1 വന്നു, ഇവിടെ 1 വന്നു, ഇവിടെ 1 വന്നു, 3 1കൾ വന്നു, നാൻഡ് ചെയ്തു. എന്ത് കിട്ടി നമുക്ക്? 0 കിട്ടും. ഓക്കെ, ഇനി അടുത്തത് ഇവിടെ എന്താണ് 0 ആണ് കേട്ടോ. നമ്മൾ എന്ത് ചെയ്തു, 0നെ ഇങ്ങോട്ട് കൊണ്ടുവന്നു, 0 ഇവിടെ വന്നു, ഇവിടെ 1 വന്നു, ഇവിടെ എന്ത് വരും നമുക്ക് 1 വന്നു. ഓക്കെ, അപ്പോൾ 0യും 1ഉം വന്നാൽ ഒരു SR-ൽ എന്താണ് സംഭവിക്കുക, ഇത് S ബാർ R ബാർ ആണ് കേട്ടോ, ഓർമ്മയുണ്ടല്ലോ, ഇത് S ബാർ R ബാർ ആണ്. എന്താണ് സംഭവിക്കുക, 0 1 വന്നു കഴിഞ്ഞാൽ ഇവിടെ 1 0 വരും. കാരണം S ബാർ 0 പറഞ്ഞാൽ S 1 ആണ്, അപ്പോൾ ഔട്ട്പുട്ട് 1 വരും. ഓക്കെ അല്ലേ, ഓർമ്മയില്ലേ? അപ്പോൾ 0 1 ആയിരുന്ന കോമ്പിനേഷൻ 1 0 ആയി മാറി എന്ന് വെച്ചാൽ എന്താണ്, ഉൾട്ടയായി, ടോഗിൾ ചെയ്തു അല്ലേ, മാറി, നേരെ തിരിഞ്ഞു. 0യും 1ഉം ആയിരുന്നത് 1ഉം 0 ആയി മാറി. അതിനെയാണ് ഈ ടോഗിൾ കണ്ടീഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അത് QN ബാറായി മാറുന്നു. സെയിം സംഭവമല്ല, അതായത് Q 0യും QN 0യും Q ബാർ N 1ഉം ആയിരുന്ന കണ്ടീഷൻ ആണെങ്കിൽ ജെയും കെയും 1 1 ആവുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്, QN+1 1ഉം, അതായത് ഇത് 0 ആയിരുന്നത് 1 ആയി മാറി, Q ബാർ N+1 എന്നുള്ളത് 0യുമായിട്ട് മാറും. ഓക്കെ, ഈ ബാറും എല്ലാം കൂടെ കൺഫ്യൂഷൻ ആവണ്ട കേട്ടോ. ഓക്കെ, അപ്പോൾ ഇത് മനസ്സിലാവുന്നുണ്ടല്ലോ. അപ്പോൾ JK 1 1 ആവുമ്പോൾ QN 0യും Q ബാർ N 1ഉം ആണെങ്കിൽ QN+1 1ഉം Q ബാർ N+1 0യുമാണ്. ഇനി ഇത് 1 1 തന്നെ ആയിരിക്കെ ഇത് 1ഉം ഇത് 0യുമാണ്. ക്ലോക്ക് ഉണ്ട് കേട്ടോ, ഇപ്പോഴൊക്കെ ക്ലോക്കും ഉള്ള സമയത്താണെങ്കിൽ എന്ത് സംഭവിക്കും, നേരെ ടോഗിൾ ചെയ്യും, 1 0 എന്നുള്ളത് 0 1 ആയിട്ട് മാറും. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ മനസ്സിലായല്ലോ. ഇതാണ് ഒരു JK ഫ്ലിപ്പ് ഫ്ലോപ്പ്. ഓക്കെ, ഇനി ഈ JK ഫ്ലിപ്പ് ഫ്ലോപ്പിനെ തന്നെ നമുക്കൊന്ന് വേറൊരു ഫ്ലിപ്പ് ഫ്ലോപ്പ് ഇതിൽ നിന്ന് ഉണ്ടാക്കി നോക്കാം. വേറൊരു ഫ്ലിപ്പ് ഫ്ലോപ്പും കൂടി ഉണ്ടാക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഈ കണ്ടീഷൻ ഉണ്ടല്ലോ, 0 0 ആകുമ്പോൾ ഒരു മാറ്റവും ഇല്ലെന്നും 1 1 ആകുമ്പോൾ ടോഗിൾ ചെയ്യും എന്നുള്ളൊരു കണ്ടീഷൻ ഉണ്ടല്ലോ, ആ കണ്ടീഷൻ മാത്രം ഉപയോഗിച്ചിട്ട് നമുക്ക് മറ്റൊരു ഫ്ലിപ്പ് ഫ്ലോപ്പ് ഉണ്ടാക്കാം. അതിൻ്റെ പേരാണ് T ഫ്ലിപ്പ് ഫ്ലോപ്പ്. അപ്പോൾ ഈ ടേബിൾ നിങ്ങൾക്ക് മനസ്സിലായല്ലോ അല്ലേ. ക്ലോക്ക് ഒന്നും ഇല്ലെങ്കിൽ ജെയും കെയും എന്ത് തന്നെയോ ആവട്ടെ, ഔട്ട്പുട്ട് എന്താണ്, പഴയ ഔട്ട്പുട്ട് തന്നെയായിരിക്കും, ഹോൾഡ് സ്റ്റേറ്റ് ആണ്, ഒരു മാറ്റവും ഇല്ല. ക്ലോക്ക് 1 ആയ 0 0 ആണെങ്കിൽ സെയിം ഹോൾഡ് സ്റ്റേറ്റ് തന്നെയാണ്, പഴയ ഔട്ട്പുട്ട് തന്നെയായിരിക്കും. 0 1 ആണെങ്കിൽ റീസെറ്റ് ആണ്, 1 0 ആണെങ്കിൽ സെറ്റ് ആണ്, 1 1 ആണെങ്കിൽ ടോഗിൾ ആണ്. ഇത്രയും കാര്യങ്ങൾ മനസ്സിലായല്ലോ. ഇനി ടിയിലേക്ക് പോവാം. ടി എന്ന് പറഞ്ഞാൽ എന്താണ്, ഇത് മാത്രം എടുക്കുന്നത്, J = K = 0, J = K = 1. ഓക്കെ, അപ്പം എന്ത് ചെയ്താൽ മതി, ജെയിനെയും കെയിനെയും ഇവിടെ പിടിച്ചിട്ട് ഷോർട്ട് ചെയ്താൽ മതി.
ഓക്കെ, അപ്പം നമ്മൾ ഈ ഔട്ടർ ലൂപ്പ് ഉള്ള സർക്യൂട്ട് തന്നെ എടുക്കും കേട്ടോ. കാരണം എന്താണ്, 1-1 കണ്ടീഷൻ അവിടെ വർക്ക് ചെയ്യണ്ടേ, ടോഗിൾ വർക്ക് ചെയ്യണമെങ്കിൽ ഈ ഔട്ടർ ലൂപ്പ് കൊടുക്കണ്ടേ. അപ്പം നമ്മൾ എന്തായാലും ഈ കണ്ടീഷൻ തന്നെ എടുക്കും, ഈ സർക്യൂട്ട് തന്നെ എടുക്കും. എന്നിട്ട് ജെയിനെയും കെയിനെയും കൂടെ ഷോർട്ട് ചെയ്ത് കൊടുക്കും. എന്നാലല്ലേ 0-0 എന്നും 1-1 എന്നും നമുക്ക് കിട്ടുള്ളൂ. അപ്പം നമുക്ക് നോക്കാം. അപ്പോൾ ഒരു ടി ഫ്ലിപ്പ് ഫ്ലോപ്പ് നമുക്ക് നോക്കാം എങ്ങനെ ഇരിക്കുമെന്ന്. ടി ഫ്ലിപ്പ് ഫ്ലോപ്പ് നോക്കൂ, എങ്ങനെയാണത്. അതിനകത്ത് നമുക്കറിയാം ജെയും കെയും ഷോർട്ട് ചെയ്ത് കൊടുത്തതുപോലെയാണ് ഒരു ടി ഫ്ലിപ്പ് ഫ്ലോപ്പ് ഇരിക്കുന്നത് അല്ലേ. ജെയും കെയും കൂടെ ഷോർട്ട് ചെയ്യുമ്പോൾ എന്താണ് വരിക, ജെ ഈക്വൽ ടു കെ ഈക്വൽ ടു 1 ആകുമ്പോൾ, ജെ ഈക്വൽ ടു കെ ഈക്വൽ ടു 1 ആകുമ്പോഴും ജെ ഈക്വൽ ടു കെ ഈക്വൽ ടു 0 ആകുമ്പോഴുള്ള വാല്യൂസ് ആണ്, 0 ആകുമ്പോഴുള്ള വാല്യൂസ് ആണ് നമുക്ക് കിട്ടാൻ പോകുന്നത്. നമുക്ക് നോക്കാം കേട്ടോ എങ്ങനെയാണ് വരികയെന്ന്. രണ്ടും 1 ആകുമ്പോൾ എന്താണ് സംഭവിക്കുക, നമുക്കറിയാം 1-1 കണ്ടീഷനാണ്, ടോഗിൾ കണ്ടീഷനാണ്. Qn+1 എന്തായി മാറും, Qn ബാറായി മാറും, ടോഗിൾ ചെയ്യും. ഇനി ക്ലോക്ക് കൊടുക്കുന്നു, അതേപോലെ തന്നെ ടോഗിൾ 0 ആവുന്നുണ്ടെങ്കിലോ, അതായത് ജെ ഈക്വൽ ടു കെ ഈക്വൽ ടു 0 കണ്ടീഷൻ ആണെങ്കിലോ Qn തന്നെ ഔട്ട്പുട്ട് വരും, നോ ചേഞ്ച് ആണ്. ഇനി ക്ലോക്ക് ഇല്ലെങ്കിൽ ടി ഇൻപുട്ട് എന്ത് തന്നെ ആയാലും ഔട്ട്പുട്ടിന് മാറ്റം സംഭവിക്കാൻ പോകുന്നില്ല. അപ്പം ഇത്രയാണ് ടി ഫ്ലിപ്പ് ഫ്ലോപ്പിൽ നമുക്ക് പറയാനുള്ളത്. അപ്പം ബേസിക്കലി എല്ലാ ടൈപ്പ് ഓഫ് ഫ്ലിപ്പ് ഫ്ലോപ്സും നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഇനി ഇത് കൂടാതെ ടി ഫ്ലിപ്പ് ഫ്ലോപ്പിന് എന്തൊക്കെ ഇൻപുട്ട് ഉണ്ട്, ടി എന്ന് പറയുന്ന ഒരു ഇൻപുട്ടും ക്ലോക്ക് എന്ന് പറയുന്ന ഇൻപുട്ടും ഉണ്ടെന്ന് നമ്മൾ പഠിച്ചു അല്ലേ. ഈ ക്ലോക്ക് എന്ന് പറയുന്ന ഇൻപുട്ട് ഒരു സിങ്ക്രണസ് ഇൻപുട്ടാണെന്നാണ് നമ്മൾ പറയാം. കാരണം ആ ക്ലോക്ക് അനുസരിച്ചിട്ടാണ് നമ്മുടെ ഔട്ട്പുട്ട് മാറുക. എന്നാൽ ആ ടൈമിങ്ങിനൊന്നും ഇത് കൊടുക്കാതെ വരുന്ന ഇൻപുട്ടുകളെയാണ് നമ്മൾ അസിങ്ക്രണസ് ഇൻപുട്ടുകൾ എന്ന് പറയാം. ഓക്കെ, അങ്ങനെ രണ്ട് അസിങ്ക്രണസ് ഇൻപുട്ടുകളെ കുറിച്ച് നമുക്ക് പഠിക്കാനുണ്ട്. അതെന്തൊക്കെയാ അറിയോ, പ്രീസെറ്റ് എന്നും ക്ലിയർ എന്നും പറയുന്ന ഇൻപുട്ടുകൾ. അപ്പോൾ ഇത് പഠിക്കുമ്പോൾ, ഫ്ലിപ്പ് ഫ്ലോപ്സ് പഠിക്കുമ്പോൾ ബേസിക്കായിട്ട് ഈ രണ്ട് കാര്യങ്ങളും കൂടെ അറിഞ്ഞിരിക്കണം. രണ്ട് അസിങ്ക്രണസ് ഇൻപുട്ടുകൾ കൂടെ നമ്മൾ കൊടുക്കും, പ്രീസെറ്റും ക്ലിയറും. അത് ക്ലോക്ക് ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും, ക്ലോക്ക് കൊടുത്തിരിക്കുന്ന സമയമാണെങ്കിലും ക്ലോക്ക് കൊടുക്കാത്ത സമയമാണെങ്കിലും, നെഗറ്റീവ് എഡ്ജ് ട്രിഗേർഡ് ക്ലോക്ക് ആണെങ്കിലും പോസിറ്റീവ് എഡ്ജ് ട്രിഗേർഡ് ക്ലോക്ക് ആണെങ്കിലും, എന്ത് തന്നെയാണെങ്കിലും ഈ അസിങ്ക്രണസ് ഇൻപുട്ട് കൊടുത്താൽ അപ്പോൾ നമ്മുടെ ഫ്ലിപ്പ് ഫ്ലോപ്പിൻ്റെ വിധം മാറും. അതായത് അസിങ്ക്രണസ് ഇൻപുട്ടിൽ പ്രീസെറ്റ് കൊടുത്താൽ അപ്പോൾ നമ്മുടെ ഫ്ലിപ്പ് ഫ്ലോപ്പ് Q ഈക്വൽ ടു 1 ആയി മാറും. ഓക്കെ, സെറ്റായി മാറും. അതേപോലെ ക്ലിയർ ഇൻപുട്ട് കൊടുത്താലോ അപ്പോൾ ഔട്ട്പുട്ട് Q ഈക്വൽ ടു 0 ആയി മാറും. ഓക്കെ, അപ്പോൾ ക്ലോക്ക് ഉണ്ടെങ്കിലോ ഇല്ലെങ്കിലോ ഒന്നും ഒരു വിഷയമല്ല. ഓക്കെ, അതുകൊണ്ടാണ് നമ്മളതിനെ അസിങ്ക്രണസ് ഇൻപുട്ട് എന്ന് പറയുന്നത്. അത് ക്ലോക്ക് അനുസരിച്ചിട്ടല്ല പ്രവർത്തിക്കുക. ക്ലോക്ക് അനുസരിച്ച് ഇവിടെ പ്രവർത്തിക്കുന്നത് ആരാ, ടി പ്രവർത്തിക്കും അല്ലേ. ടി ഫ്ലിപ്പ് ഫ്ലോപ്പിൽ ടി പ്രവർത്തിക്കും, ഡിയിലാണെങ്കിൽ ഡി പ്രവർത്തിക്കും, SRലാണെങ്കിൽ SR പ്രവർത്തിക്കും, JK അകത്താണെങ്കിൽ JK പ്രവർത്തിക്കും. പക്ഷേ അസിങ്ക്രണസ് ഇൻപുട്ടുകൾ പ്രീസെറ്റും ക്ലിയറും അങ്ങനെയല്ല പ്രവർത്തിക്കുക. പിന്നെ ഒരു കാര്യം കൂടെ മനസ്സിലാക്കുക, പ്രീസെറ്റും ക്ലിയറും ഉണ്ടല്ലോ, അത് മിക്കവാറും ആക്റ്റീവ് ലോ ആയിരിക്കും. ആക്റ്റീവ് ലോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രീസെറ്റ് 0 കൊടുക്കുമ്പോഴായിരിക്കും ഇത് പ്രീസെറ്റ് ആവുക. ഓക്കെ, അപ്പോൾ പ്രീസെറ്റ് ബാർ എന്നാണ് നമ്മൾ ആ ഇൻപുട്ടിനെ പറയുക. പ്രീസെറ്റ് ബാർ, അതായത് ആ പ്രീസെറ്റ് ബാർ 0 കൊടുക്കുമ്പോഴാണ് പ്രീസെറ്റ് 1 ആവുക അല്ലേ. അപ്പോഴാണ് Q 1 ആവുന്നത്. അതേപോലെ ക്ലിയറും ഒരു ആക്റ്റീവ് ലോ ഇൻപുട്ട് ആയിരിക്കും. ഓക്കെ, ക്ലിയർ ബാർ 0 കൊടുക്കുമ്പോഴാണ് ഔട്ട്പുട്ട് Q 0 ആവും. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളും കൂടെ ഇതിൽ മനസ്സിലാക്കാനുണ്ട് ഫ്ലിപ്പ് ഫ്ലോപ്സിൽ. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഫ്ലിപ്പ് ഫ്ലോപ്സ്. ബേസിക്കലി ഫ്ലിപ്പ് ഫ്ലോപ്സ് ഇതൊക്കെയാണ്. ഇനി ഫ്ലിപ്പ് ഫ്ലോപ്സിന് ഒരുപാട് ആപ്ലിക്കേഷൻസ് ഉണ്ട്. അത് കൗണ്ടേഴ്സിലും രജിസ്റ്റേഴ്സിലും ഒക്കെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. അപ്പോൾ ഇത്രയൊക്കെയാണ് ഫ്ലിപ്പ് ഫ്ലോപ്സിനെ കുറിച്ച് പറയാനുള്ളത്. താങ്ക് യു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം. താങ്ക് യു.